പിന്നെ സലാം എയറിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ബാഗേജ് പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അവർക്ക് 4 ഐറ്റം ഫെയറുകളാണുള്ളത്. 1 ലൈറ്റ് ഫെയർ, 2 സേവിയർ ഫെയർ, 3 വാല്യൂ ഫെയർ, 4-മത്തേത് ഫ്ലെക്സി ഫെയർ. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. 2025 ജനുവരി മുതലാണ് അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പക്ഷേ ഇന്നും അതറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇവരുടെ ഫസ്റ്റ് ഫെയർ എന്ന് വരുന്നത് ലൈറ്റ് ഫെയർ. ലൈറ്റ് ഫെയറിൽ ഇപ്പോൾ അവരുടെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് മുമ്പ് 7 kg ഹാൻഡ് ബാഗേജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 kg ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഫെയറിൽ നമുക്ക് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. അതായത് ചെക്ക് ഇൻ പോലും നമ്മൾ ഓൺലൈനിൽ ചെയ്തിട്ട് പോകണം. ആ ഓൺലൈനിൽ ചെയ്യുന്ന സമയത്ത് ബിഫോർ 4 hour വിത്തിൻ 24 hour ആണ് അവർ പറയുന്നത്. അത് ചെയ്തിട്ട് പോയാൽ നമുക്ക് ബോർഡിങ് ഇവിടുന്ന് ചെയ്തിട്ട് പോകണം. അല്ലാതിരുന്നാൽ ചെയ്യാൻ നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ ഏകദേശം പെർ പാക്സ് 2 റിയാൽ 200 പൈസ എക്സ്ട്രാ ചാർജ് ചെയ്യും. അതല്ലാണ്ട് ഇനി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ 1 റിയാൽ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ചെക്കിന് കിട്ടും. കൂടാതെ ഈ ലൈറ്റ് ഫെയറിൽ നമുക്ക് 20 kg, 30 kg, 40 kg എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫെയർ എടുക്കുന്നവർ എക്സ്ട്രാ ലഗേജ് ചെയ്യുകയാണെങ്കിൽ, അതായത് 30 kg കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ 30 kg ഒരു ബാഗേജായിട്ട് മാത്രം കൊണ്ടുപോവുക. അത് 2 പീസ് ആക്കി കഴിഞ്ഞാൽ എയർപോർട്ടിൽ 9 റിയാൽ മുതൽ 14 റിയാൽ വരെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോകാൻ. അതുകൊണ്ട് 30 kg തന്നെ കൊണ്ടുപോവുക ഒറ്റ പീസായിട്ട്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഫെയർ അടുത്തത് സേവിയർ ഫെയർ എന്ന് പറയുന്നത്. സേവിയർ ഫെയറിൽ ആകെ കിട്ടുന്ന ഓപ്ഷൻ ഇത് തന്നെ. 5 kg ഹാൻഡ് ബാഗേജ് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ സെലക്റ്റഡ് സീറ്റ്സ് ആൻഡ് പ്രയോറിറ്റി ചെക്കിന്. പക്ഷേ ഇതിലും നമ്മൾ ഓൺലൈൻ ചെക്കിൻ ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ എയർപോർട്ടിൽ പെർ പാക്സ് ഈ പറയുന്ന 2 റിയാൽ, മുമ്പത് 1 റിയാലായിരുന്നു, ഇപ്പം 2 റിയാൽ 200 പൈസ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലും നമുക്ക് എക്സ്ട്രാ ലഗേജ്, നിങ്ങൾക്ക് എത്രയോ വേണ്ട ലഗേജ് അത് ആഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം. 20 ആണെങ്കിൽ 20, 30 ആണെങ്കിൽ 30 വരെ 1 പീസായിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 40 kg ആഡ് ചെയ്യുകയാണെങ്കിൽ അത് 2 പീസായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അടുത്ത ഫെയർ എന്ന് പറയുന്നത് വാല്യൂ ഫെയർ. വാല്യൂ ഫെയറിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് സീറ്റ്സ്, അതായത് 8-മത്തെ റോ മുതൽ നമുക്ക് 7, 8, 9 ആ റോ മുതൽ നമുക്ക് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് എമർജൻസി എക്സിറ്റ് സീറ്റ് കിട്ടത്തില്ല. അല്ലാത്ത എല്ലാ സീറ്റും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ 20 kg ലഗേജ് 1 പീസ്, അത് കഴിഞ്ഞ് 5 kg ഹാൻഡ് ബാഗേജ് അണ്ടർ സീറ്റ്. ഇതാണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മളുടെ ഫെയർ എന്ന് പറയുന്നത് ഫ്ലെക്സി ഫെയർ. ഫ്ലെക്സി ഫെയറിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 30 kgയുടെ 1 പീസ് ലഗേജ് ആൻഡ് 15 kg നമുക്ക് ഹാൻഡ് ബാഗേജ് കിട്ടും. അതായത് 10 kgയുടെ ഒരു ട്രോളി ബാഗ് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ക്യാബിനിൽ വെക്കാനും 5 kg ഹാൻഡ് ബാഗേജ് ചെറിയ ബാഗ് നമുക്ക് അണ്ടർ സീറ്റിന് താഴ്ത്ത് വെക്കാനും ഇതാണ്. പ്ലസ് നമുക്ക് സെലക്റ്റഡ് ഫുഡ് ഫ്രീ ആണ്. അതായത് അത് കഴിഞ്ഞ് ഫ്ലൈറ്റിനുള്ള ഏത് സീറ്റും നമുക്ക് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഫ്രണ്ട് റോ മുതൽ ബാക്ക് റോ വരെ വിത്ത് എമർജൻസി എക്സിറ്റ് സീറ്റ് അടക്കം നമുക്ക് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് ഫ്ലെക്സി ഫെയറിൻ്റെ പ്രത്യേകത. ഇതിൽ വാല്യൂ ഫെയറും ഫ്ലെക്സി ഫെയറും, അതായത് 20 kgയുടെ ബാഗേജ് ഉള്ളതും 30 kgയുടെ ബാഗേജുള്ള ഫെയറും ചെയ്യുകയാണെങ്കിൽ അതിൽ കൗണ്ടർ ചെക്കിന് ഫ്രീ ആണ്. അതായത് നിങ്ങൾ ഓൺലൈനിൽ ബോർഡിംഗ് പാസ് എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് എടുക്കാവുന്നതാണ്. അതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. അത് പേയ്മെൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫെയറാണ് ഈ വാല്യൂ ഫെയറും ഫ്ലെക്സി ഫെയറും വരുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതാ താഴെ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മെസ്സേജ് അയച്ചോളൂ, നമ്മൾ റീപ്ലൈ തരാം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.